അമേരിക്കയിലെ തൊഴിൽ വിപണിയിൽ മാറ്റം വരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ തൊഴിൽ വിപണിയെ മാറ്റമില്ലാത്തത് എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് അത് ചുരുങ്ങുകയോ വളരുകയോ ചെയ്യുന്നില്ലായിരുന്നു. പിരിച്ചുവിടലുകൾ സ്ഥിരമായിരുന്നു. തൊഴിലില്ലായ്മ ചരിത്രപരമായി നോക്കുമ്പോൾ കുറവായിരുന്നു. പുതിയ ജോലികൾ കണ്ടെത്തുന്നത് വളരെ മന്ദഗതിയിലായിരുന്നു. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. എന്നിരുന്നാലും ഭൂരിഭാഗം ജീവനക്കാർക്കും അവരുടെ ജോലികളിൽ സുരക്ഷിതത്വം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ചില കമ്പനികളിൽ നിന്നുള്ള പിരിച്ചുവിടൽ പ്രഖ്യാപനങ്ങൾ ഈ സന്തുലിതാവസ്ഥ അവസാനിച്ചേക്കാം എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. ഈ ശരൽക്കാലത്ത് ആമസോൺ, വെരിസോൺ, ടാർഗറ്റ് തുടങ്ങിയ വലിയ കമ്പനികൾ ജോലിക്കാരെ വെട്ടിച്ചുരുക്കുന്നതിനുള്ള പുനഃസംഘടനാ പദ്ധതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മഹാമാരിയുടെ ആദ്യഘട്ടത്തിന് ശേഷം വലിയ തോതിലുള്ള പിരിച്ചുവിടലുകൾ ഒഴിവാക്കിയ ഒരു സമ്പദ്വ്യവസ്ഥയ്ക്ക് ഇത് അത്ര നല്ല സൂചനയല്ല. വലിയ പിരിച്ചുവിടലുകൾക്ക് മുമ്പ് കമ്പനികൾ നൽകേണ്ട ഔദ്യോഗിക അറിയിപ്പായ വാൺ നോട്ടീസുകളിലെ വർധനവ് അവരുടെ ആശങ്കകൾക്ക് ബലം നൽകുന്നുണ്ട്. ഒക്ടോബറിൽ 21 സംസ്ഥാനങ്ങൾ വാൺ നോട്ടീസുകൾ വർദ്ധിച്ചു. 39,006 എണ്ണമാണ് രേഖപ്പെടുത്തിയത്. ഇത് 2006 മുതലുള്ള ഏറ്റവും ഉയർന്ന കണക്കുകളിൽ ഒന്നാണ്. ഈ കണക്കുകൾ 2020 മഹാമാരിയുടെ സമയത്തെയും വലിയ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്തെയും ഈ വർഷം ആദ്യം കണ്ട വർധനവിനെയും അപേക്ഷിച്ച് ഇപ്പോഴും കുറവാണ്. എന്നിരുന്നാലും ഈ പ്രവണത വ്യക്തമാണ്. കൂടുതൽ കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിനാൽ ഓഗസ്റ്റിന് ശേഷമുള്ള ആദ്യത്തെ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് തൊഴിലില്ലായ്മ റിപ്പോർട്ട് അമേരിക്കയ്ക്ക് ഉടൻ ലഭിക്കും. എന്നാൽ ആ റിപ്പോർട്ട് സെപ്റ്റംബറിലെ കണക്കുകൾ മാത്രമായിരിക്കും ഉൾക്കൊള്ളുക. പുതിയ പിരിച്ചുവിടൽ പ്രഖ്യാപനങ്ങൾ വരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പുള്ള കണക്കുകളാണത്. അതിനാൽ തൊഴിൽ വിപണി എത്ര വേഗത്തിൽ തണുക്കുന്നു എന്ന് ഔദ്യോഗിക കണക്കുകൾ താൽക്കാലികമായി കുറച്ചു കാണിക്കാൻ സാധ്യതയുണ്ട്. ഈ പിരിച്ചുവിടൽ പ്രഖ്യാപനങ്ങൾക്ക് മുമ്പ് പിരിച്ചുവിടലുകളും തൊഴിലില്ലായ്മ നിരക്കും താരതമ്യേന സ്ഥിരമായി കാണപ്പെടും. എന്നിരുന്നാലും പുതിയ ജോലികൾ കണ്ടെത്തുന്നത് ദുഷ്കരമായിരുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് നീണ്ട തിരയലുകളും കുറഞ്ഞ ഒഴിവുകളുമാണ് നേരിടേണ്ടി വന്നത്. കാരണം സമ്പദ്വ്യവസ്ഥ വളരെ കുറച്ച് പുതിയ ജോലികൾ മാത്രമാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നത് ഈ സമീപകാല പിരിച്ചുവിടലുകളുടെ വർധനവ് ഒരു വലിയ മാറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ടോ എന്നാണ്. ഞാൻ ധാരാളം ആളുകളുമായി സംസാരിച്ചപ്പോൾ കേട്ട ഒരു കാര്യം 4-6 ആഴ്ചകൾക്ക് മുമ്പ് ആരെയും പിരിച്ചുവിടില്ല എന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് ഫെഡ് ഗവർണർ ക്രിസ് വാലർ തിങ്കളാഴ്ച പറഞ്ഞത്. അവർ ഇപ്പോൾ പിരിച്ചുവിടലുകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭാവിയിൽ അവർ അതിനായി പദ്ധതിയിടുന്നു. ഇത് AI കാരണമാകാം, അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വിവിധ മേഖലകളിൽ മഹാമാരിക്ക് ശേഷമുള്ള അസാധാരണമായ ശാന്തമായ ഘട്ടത്തിൽ നിന്ന് കൂടുതൽ അസ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് തൊഴിൽ വിപണിയെ നയിക്കുന്ന നിരവധി ശക്തികൾ ഒരുമിച്ചെത്തുകയാണെന്നാണ് പ്രമുഖർ വിലയിരുത്തുന്നത്. ടെക് ഭീമന്മാരും ഫെഡറൽ ഏജൻസികളും പോലും അവരുടെ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്റൽ, മൈക്രോസോഫ്റ്റ്, ആക്സഞ്ചൽ തുടങ്ങിയ കമ്പനികൾ വലിയ തോതിൽ ജോലിക്കാരെ പിരിച്ചുവിടാൻ തയ്യാറായി നിൽക്കുന്നു. നയപരമായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഫെഡറൽ വർക്ക് ഫോഴ്സ് കുറയുകയും മൊത്തത്തിലുള്ള നഷ്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഇതിന്റെ മൊത്തത്തിലുള്ള ഫലം നോ ഹയർ നോ ഫയർ എന്ന യാഥാസ്ഥിതിക സമീപനത്തിൽ നിന്ന് ചില വിശകലന വിദഗ്ധർ വിശേഷിപ്പിക്കുന്ന നോ ഹയർ മോർ ഫയർ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ്. ഉയർന്ന പലിശ നിരക്ക്, പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള നടപടികൾ, നിലവിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ എന്നിവ കോർപ്പറേറ്റ് വിപുലീകരണ പദ്ധതികളെ മന്ദഗതിയിലാക്കിയിരിക്കുകയാണ്. കുറഞ്ഞ പുതിയ ജോലികൾ പ്രസിദ്ധീകരിക്കുന്നതിനാൽ ഈ സാഹചര്യത്തിൽ പിരിച്ചുവിടപ്പെടുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ കാലം തൊഴിലില്ലാതെ കഴിയേണ്ടി വരും. അവസരങ്ങൾ കുറവായിരിക്കും. AI ഉപയോഗം ഭരണപരമായ പ്രവർത്തന എൻട്രി ലെവൽ വൈറ്റ് കോളർ ജോലികളെ മാറ്റിസ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ജോലികൾ ചരിത്രപരമായി സാമ്പത്തിക മാന്ദ്യ സമയത്ത് ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിച്ചിരുന്നു. ഈ ഘടനാപരമായ മാറ്റം അർത്ഥമാക്കുന്നത് നീക്കം ചെയ്ത ചില സ്ഥാനങ്ങൾ തിരിച്ചു വരില്ല എന്ന് തന്നെയാണ്. കടുത്ത കുടിയേറ്റ നിരോധനവും കുടിയേറ്റക്കാരുടെ ഒഴുക്ക് കുറഞ്ഞതും പല വ്യവസായങ്ങളിലും തൊഴിലാളികളുടെ ലഭ്യത കുറച്ചിരിക്കുകയാണ്. ഈ കുറഞ്ഞ തൊഴിലാളികളുടെ ലഭ്യത നിയമനം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. എന്നാൽ ബഡ്ജറ്റ് മുറുകുമ്പോൾ കമ്പനികൾക്ക് പിരിച്ചുവിടുന്നത് തടയാൻ കഴിഞ്ഞിട്ടുമില്ല. നോ ഹയർ നോ ഫെയർ എന്ന തൊഴിൽ വിപണി ആകസ്മികമായി സംഭവിച്ച ഒന്നാണ്. മഹാമാരി കാലഘട്ടത്തിലെ തൊഴിലാളികളുടെ കുറവ് കാരണം ഭയന്ന തൊഴിലുടമകൾ ബിസിനസ് മന്ദഗതിയിലായിരുന്നിട്ടും ജീവനക്കാരെ പിരിച്ചുവിടാൻ വിമുഖത കാണിക്കുകയായിരുന്നു. അതേസമയം സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിൽ പുതിയ സ്ഥാനങ്ങൾ ചേർക്കാൻ അവർ മടിച്ചു. ഇതിന്റെ ഫലം ഒരുതരം തൊഴിൽ വിപണിയുടെ സ്തംഭനമായിരുന്നു. പിരിച്ചുവിടൽ പ്രഖ്യാപനങ്ങളുടെ വർധനവ്, നിയമനം മരവിപ്പിക്കൽ തുടരുന്നത്, AI, നയപരമായ മാറ്റങ്ങൾ എന്നിവ മൂലമുള്ള ഘടനാപരമായ മാറ്റങ്ങൾ എന്നിവ അമേരിക്കൻ തൊഴിൽ വിപണിയെ കൂടുതൽ പരമ്പരാഗത ചക്രത്തിലേക്ക് നയിക്കുകയാണ്. ഈ അവസ്ഥയിൽ കമ്പനികൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യും.
ഈ പരിവർത്തനം ഒരു പൂർണ്ണമായ തിരിച്ചടിയിലേക്ക് നയിക്കുമോ അതോ അസാധാരണമായ ശാന്തമായ ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള സാധാരണ നിലയിലേക്ക് മാറുമോ എന്നത് വരും മാസങ്ങളിൽ വ്യക്തമാകും. എന്നാൽ കമ്പനികളിൽ നിന്നും സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും നയരൂപകർത്താക്കളിൽ നിന്നുമുള്ള സന്ദേശം കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ സ്ഥിരത ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.